ചാലക്കുടിയിൽ നിന്ന് ചൈനയിലേക്ക് പറന്ന് അവിടെ ഇന്ത്യയുടെയും കേരളത്തിന്റെയും രുചി വിളമ്പിയ മലയാളി ഡേവിഡ് ബെക്കാമിന്റെയും ബച്ചൻ ഫാമിലിയുടെയും എല്ലാം പ്രിയപ്പെട്ട ഷെഫ് ജസ്റ്റിൻ പോൾ. ഞാൻ ആക്ച്വലി പഠിച്ചത് ചെന്നൈയിലാണ്, ഹോട്ടൽ മാനേജ്മെൻറ്റ് പഠിച്ചത്, ആശാൻ മെമ്മോറിയൽ ഇൻസ്റ്റിറ്റ്യൂട്ട്. അത് കഴിഞ്ഞിട്ട് ഞാൻ ട്രെയിനിങ് ചെയ്ത് ബോംബെ ലീല, അത് കഴിഞ്ഞ് ഗോവ ലീലയിലാണ് 5 years വർക്ക് ചെയ്തത്. അത് കഴിഞ്ഞ് മാരിയറ്റിൽ വർക്ക് ചെയ്തു, ഗോവ മാരിയറ്റ്. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ ഹോങ്കോങ്ങിലേക്ക് പോകുന്നത്. ഹോങ്കോങ്ങിൽ ആദ്യം ഒരു റെസ്റ്റോറൻറ്റിൽ സ്റ്റാർട്ട് ചെയ്യുന്നു, ഒരു ഓപ്പണിംഗ് ന്യൂ റെസ്റ്റോറൻറ്റ്, ഒരു നോർത്തേൺ ക്യൂസിൻ വിത്ത് സൗത്ത് ഇന്ത്യൻ ക്യൂസിൻ. അവിടെ നിന്ന് ഒരു വർഷം കഴിഞ്ഞപ്പോഴാണ് ഹയത്തിൽ വർക്ക് ചെയ്യുന്നത് ഹോങ്കോങ്ങിൽ. അവിടെ ഒരു 2.5 years ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഹോങ്കോങ്ങിൽ തന്നെ ഒരു വേദ എന്ന് പറഞ്ഞൊരു റെസ്റ്റോറൻറ്റ്, ഒരു ഫൈൻ ഡൈനിങ് ഇന്ത്യൻ റെസ്റ്റോറൻ്റ് ആയിരുന്നു. അവിടെ ഒരു 1.5 years വർക്ക് ചെയ്തു. അത് കഴിഞ്ഞ് ഓഫർ കിട്ടുന്നത് മക്കാവിൽ വൺ ഓഫ് ദ ഏഷ്യാസ് ബിഗ്ഗസ്റ്റ് ഹോട്ടൽ, വെനീഷ്യൻ ഹോട്ടൽ. അവിടെ ഇന്ത്യൻ ഷെഫായിട്ടാണ് ഞാൻ ജോയിൻ ചെയ്യുന്നത്. ഒരു സ്റ്റാർട്ടിങ്ങിൽ ഞാൻ ഒരുപാട് ഇവൻറ്റ്സ് കണ്ടൻറ് ചെയ്തിരുന്നു. അത് സ്പെഷ്യലി പറയാവുന്ന ബിഗ്ഗസ്റ്റ് ഇവൻറ്റ് ഐഫ അവാർഡ് 2009. ആ സമയത്ത് എല്ലാ സെലിബ്രിറ്റീസിനും കുക്ക് ചെയ്യാനായിട്ടുള്ളൊരു അവസരം കിട്ടി. മിസ്റ്റർ ബച്ചൻ ഫാമിലി, ഷാരൂഖ് ഖാൻ ഫാമിലി, എല്ലാ ഫാമിലിക്കും കുക്ക് ചെയ്യാൻ പറ്റി. അപ്പോൾ ഓരോരുത്തർക്കും ഓരോ സ്പെസിഫിക് ഫുഡ് ഇഷ്ടമുള്ളത് അവർ മുൻകൂട്ടി അവർ പറഞ്ഞിരുന്നു. എസ്പെഷ്യലി ലൈക്ക് മിസ്റ്റർ ബെക്കം ഫാമിലിക്ക് അവർക്ക് ഇഷ്ടമുള്ളത് മോർ വെജിറ്റേറിയൻസ് ആണ്. ലൈക്ക് ദാൽ മഖനി, വെജിറ്റബിൾ, മിക്സ് വെജിറ്റബിൾ പുലാവ്, and they like bindi bhujia, like Rajasthani bindi, they like more vegetarian, and cottage cheese, paneer and all. Okay. And but Shah Rukh Khan like a tangri kebab, like a chicken drumstick, tandoori chicken drumstick. എല്ലാവർക്കും ഒരു സ്പെസിഫിക് ഫുഡ് അവർക്ക് ഇഷ്ടമുള്ളത് ഉണ്ടായിരുന്നു. അപ്പോൾ അതനുസരിച്ചിട്ട് ഞാൻ പ്രിപ്പയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് പിന്നീടാണല്ലോ ഒരു ഓൺ റെസ്റ്റോറൻറ്റ് ആ ഒരു യാത്രയോ. ആക്ച്വലി ഞാൻ ആ ഫസ്റ്റ് വെനീഷ്യയിൽ വർക്ക് ചെയ്ത് ബാങ്കറ്റ് ഇൻചാർജ് ആയിട്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഒരു പുതിയൊരു റെസ്റ്റോറൻറ്റ് ഓപ്പൺ ചെയ്തു 2013. ആ റെസ്റ്റോറൻറ്റിൻ്റെ പേരാണ് ദി ഗോൾഡൻ പീകോക്ക്. വിത്തിൻ 8 months 1 star മിഷലിൻ കിട്ടി. അത് ഏഷ്യയിൽ ഫസ്റ്റ് ആയിട്ട് കിട്ടുന്നത് എനിക്കാണ് 1 star മിഷലിൻ. അത് കഴിഞ്ഞ് കോവിഡ് വന്നപ്പോഴാണ് ആ റെസ്റ്റോറൻറ്റ് ക്ലോസ് ചെയ്തത്. അത് കഴിഞ്ഞ് ഒരു 1 year കഴിഞ്ഞപ്പോൾ ഞാൻ എൻ്റെ ഓൺ റെസ്റ്റോറൻറ്റ് ഓപ്പണായി. ആ റെസ്റ്റോറൻറ്റ് പേരാണ് ജസ്റ്റ് ഇന്ത്യ റെസ്റ്റോറൻറ്റ്. അത് ഒരു ചെറിയ റെസ്റ്റോറൻ്റാണ്, ഒരു 24 seating റെസ്റ്റോറൻ്റാണ്. ലഞ്ച് ബ്രാസ് വിത്ത് താലി ആയിട്ടുള്ള ഒരു ഇതിൽ കൊടുക്കുന്നത്. ഡിന്നർ കൂടുതലും ഒരു ഫൈൻ ഡൈനിങ് സ്റ്റൈലുള്ള. സർ വെച്ച് കൊടുത്ത ഒരു ഇതിൽ ആൾക്കാർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഏതൊക്കെയാണ്, അങ്ങനെ ഒന്ന് പറയാമോ? ആക്ച്വലി മിസ്റ്റർ ബെക്കമിന് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഒന്ന് എൻ്റെ ബട്ടർ ചിക്കൻ, ലൈക്ക് വൺ ഓഫ് ദ ഫേവറേറ്റ് ആണ് ആളുടെ. പിന്നെ റോഗൻ ജോഷ്, ലാം റോഗൻ ജോഷ്, അത് ആളുടെ ഫേവറേറ്റ് ആണ്. പിന്നെ മാംഗോ ഫിഷ് കറി, നമ്മുടെ കേരള മാംഗോ ഫിഷ് കറി, അത് വളരെ ഫേവറേറ്റ് ആണ്. പിന്നെ ലാസ്റ്റ് വിസിറ്റിൽ ഞാൻ ആളെ ഒരുവിധം എല്ലാം ഫുഡും കഴിച്ചതിന് ശേഷം ഞാൻ ചോദിച്ചു വാട്ട് ഈസ് യുവർ ഫേവറേറ്റ് വൺ. ദെൻ ഹി മെൻഷൻ ഹിസ് ബീഫ്. ദാറ്റ് ബീഫ് ഐ ക്രിയേറ്റ് ലാസ്റ്റ് മെനു, നെയിം ഇസ് കട്ടപ്പന ബീഫ്. അതാണ് ആളുടെ ഫേവറേറ്റ് ഡിഷ്. ഞാൻ യൂസ് ചെയ്തത് ഫുള്ള് കട്ടപ്പന ആ ഫ്ലേവറിലാണ്. പക്ഷെ ഞാൻ ഒരു വട്ടം കട്ടപ്പന പോയിട്ടൊരു ബ്രേക്ക്ഫാസ്റ്റ് തൊട്ട് ഡിന്നർ വരെ കട്ടപ്പനയിൽ പല റെസ്റ്റോറൻറ്റ്സിലും ട്രൈ ചെയ്തത് ബീഫായിരുന്നു കൂടുതൽ അവിടുത്തെ ഫേവറേറ്റ് ഡിഷ്. അങ്ങനെയാണ് എൻ്റെ തോട്ടിൽ ഒരു ബീഫിൻ്റെ ഒരു ഡിഷ് കട്ടപ്പന വെച്ചിട്ട് ക്രിയേറ്റ് ചെയ്യുന്നത്. പക്ഷെ ഡ്രൈ ബീഫ് ഞാൻ കട്ടപ്പനയിൽ നിന്നാണ് കൊണ്ടുപോകുന്നത് അങ്ങോട്ട്. പക്ഷെ ഞാൻ ഉപയോഗിക്കുന്ന മെയിൻ ബീഫ് ഉപയോഗിക്കുന്നത് ഓസ്ട്രേലിയൻ വാഗ്യോ ബീഫാണ്. അങ്ങനെ ബാക്കി എന്തൊക്കെയാണ് ഒരു കേരള ടച്ചുള്ള ഡിഷസ്? പിന്നെ കൊഞ്ച് കിഴി, അത് ടൈഗർ പ്രോൺ ആണ് യൂസ് ചെയ്യുന്നത്. ആ ടൈഗർ പ്രോൺ നമ്മൾ സെപ്പറേറ്റ് അതിനൊരു മസാല ചെയ്യും. നമ്മൾ ചെറുള്ളിയിൽ അതിൽ ജിഞ്ചർ ഗാർലിക് എല്ലാം ചോപ്പ് ചെയ്തിട്ടൊരു നല്ല തിക്ക് ഒരു മസാല മാതിരി ചെയ്യും. അതിൽ നമ്മൾ കുടംപുളിയുടെ കുറച്ച് എസൻസ് മാതിരി ഒഴിക്കും. കുടംപുളി സാർ നേരത്തെ പറഞ്ഞല്ലോ ഒരു ചാലിയത്ത് നിന്നുള്ള ഡിഷ്, അതും പുതിയ മെനുവിലുള്ള ഒരു ഇതാണ്. ഒരു സീ ഫുഡാണ് ആക്ച്വലി. കേരളത്തിൽ അത് അങ്ങനെ ആദ്യം ആളുകൾ ഉപയോഗിക്കുന്നില്ല. അത് എബലോൺ എന്ന് പറയും. അത് വൺ ഓഫ് ദ സീ ഫുഡാണ്. സെയിം ഓയിസ്റ്റർ ഫാമിലിയിൽ പെട്ടതാണ്. നല്ല ഹാർഡ് ഷെല്ലിൻ്റെ ഉള്ളിൽ നിന്ന് ഉള്ള ഫ്ലഷ് ആയിട്ടുള്ള ഒരു അത് നമ്മൾ ഷെൽ ഔട്ട് ചെയ്തിട്ട് അത് നമ്മൾ കുടംപുളിയും ചില്ലി പേസ്റ്റും പിന്നെ അതിനോടൊപ്പം കറിവേപ്പില
ചെറുള്ളി എല്ലാം കൂടിയിട്ട് വഴറ്റിയിട്ട് അതിൽ കുക്ക് ചെയ്യും. ഒരു സ്ലോ കുക്ക് ആയിട്ട് ഒരു 1.5 hour സ്ലോ കുക്ക് മൺചട്ടിയിൽ കുക്ക് ചെയ്യും. അത് കഴിഞ്ഞിട്ട് അത് അങ്ങനെ തന്നെ നമ്മൾ പുറത്ത് തന്നെ വെക്കും. അത് പിറ്റേ ദിവസം അത് എടുത്തിട്ട് ചില്ലറിൽ വെക്കും. എന്നിട്ട് ഗസ്റ്റിന് കൊടുക്കുന്ന സമയത്ത് അത് തിന്ന് നമ്മൾ സ്ലൈസ് ചെയ്തിട്ട് അതിൻ്റെ മേലെ നമ്മൾ ഒരു എക്സോ സോസ് ഉണ്ടാകും. സാർ ഇപ്പം വേൾഡിൽ പലയിടത്ത് ട്രാവൽ ചെയ്യുന്നുണ്ട്, മക്കാവിൽ തന്നെ ഇത്രയും വർഷമായിട്ട് അവിടെ സെറ്റിൽഡ് ആണ്. ഏറ്റവും ഇഷ്ടപ്പെട്ട അല്ലെങ്കിൽ എപ്പോഴും കൊതിക്കുന്ന ഒരു ഫുഡ് ഏതായിരിക്കും? എൻ്റെ പേഴ്സണൽ എനിക്ക് ഇഷ്ടമുള്ള ഫുഡ് ചൈനീസ് ഫുഡാണ്. ഈ ചൈനയിൽ ഒരുപാട് ഡിഫറെൻറ്റ് അവരുടേതായ ക്യൂസിൻ വളരെ അധികം ഉണ്ട്. ഇപ്പം നമ്മൾ കേരളത്തിൽ പറയുന്ന മാതിരി ഇപ്പം മലബാർ സൈഡിൽ പോവുകയാണെങ്കിൽ ഒരുപാട് വെറൈറ്റി ഉണ്ട്. ഞാൻ മലബാർ ബിരിയാണിയും തെക്കിലെ ബിരിയാണിയും തമ്മിലുള്ള വ്യത്യാസം പോലെ എൻ്റെ റെസ്റ്റോറൻറ്റിൽ കാസർഗോഡ് ബിരിയാണി ഉണ്ട്. കാസർഗോഡ് ബിരിയാണി, കാസർഗോഡ് ചെമ്മീൻ ബിരിയാണി, പിന്നെ ഹൈദരാബാദി മുർഗ് ബിരിയാണി, പിന്നെ യക്കിനി പുലാവ്, ഒരു നോർത്ത് ഇന്ത്യൻ. അങ്ങനെ 3 റൈസ് ഡിഷസ് ആകെ 3 ഉള്ളത്. ഈ 3 റൈസ് ഡിഷസേ ഉള്ളൂ ആകെ 3 റൈസ്. ബാക്കി കൂടുതലും സീ ഫുഡ്, ബീഫ് എല്ലാം ഉണ്ട്. നോ പോർക്ക് ഇല്ല, ബാക്കി എല്ലാം ഉണ്ട്. അവരുടേതായ പോർക്കിന്റെ ഡിഷസ് ഒരുപാടുണ്ട്. പിന്നെ അവർക്കറിയാം ഇന്ത്യയിൽ അധികം പോർക്ക് യൂസ് ചെയ്യുന്നില്ല. അപ്പോൾ അവർ ഒരിക്കലും പ്രിഫർ ചെയ്യില്ല. അവർ ഓക്കെ ബീഫ്, ചിക്കൻ, സീ ഫുഡ്സ് അതൊക്കെ അവർക്ക് ട്രൈ ചെയ്യാം. അല്ലെങ്കിൽ വെജിറ്റേറിയൻ ഒക്കെ ട്രൈ ചെയ്യാൻ താല്പര്യമാണ്. ഞാൻ ഓണസദ്യ വരെ ചെയ്തിട്ടുണ്ട്. അത് ഫുൾ ചൈനീസ് ഗസ്റ്റ് ആയിരുന്നു. ഓണസദ്യ ഇലയിൽ എന്തായിരുന്നു റിയാക്ഷൻ അവരുടെ? ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു. ഇപ്പൊ പുട്ട് കൊടുക്കുന്നുണ്ട് റെസ്റ്റോറൻറ്റിൽ, ഇറച്ചിപ്പുട്ട്. അത് ഞാൻ ഗസ്റ്റിന്റെ ഫ്രണ്ടിൽ സെർവ് ചെയ്യുന്നത്. അങ്ങനെ എന്തൊക്കെ കേരള ഡിഷിനാണ് ഒരു വെറൈറ്റി ടച്ച് അപ്പുണ്ട്, അപ്പം. പിന്നെ എൻ്റെ ഒരു കാനപ്പി മാതിരി ഒരു ഡിഷ് ഉണ്ട്. കാവിയർ ഈ മീനിന്റെ മുട്ടയാണ്. അത് വളരെ എക്സ്പെൻസീവ് ഒരു ഐറ്റമാണ്. അപ്പോൾ അത് ചെറിയ കുഞ്ഞമ്മൻ്റെ ഉണ്ണിയപ്പം അല്ലേ, ഉണ്ണിയപ്പത്തിൻ്റെ അച്ചിൽ നമ്മൾ ചെറിയ അപ്പം ഉണ്ടാകും. എന്നിട്ട് അതിൽ കോയിലെഗിൻ്റെ യോക്ക് ഇടും. എന്നിട്ട് അതിൻ്റെ മേലെ ഒരു ചെറിയൊരു ചെമ്മീൻ ചമ്മന്തിപ്പൊടി അതിലിടും. എന്നിട്ട് അതിൻ്റെ മേലെ കാവിയർ വയ്ക്കും. അപ്പോൾ ഒരു ബൈറ്റിൽ അത് കഴിക്കാം. അതൊരു നമ്മുടെ ഒരു ആമൂസ് ബുഷ് എന്ന് പറഞ്ഞിട്ടൊരു കോഴ്സാണ് അത് സെറ്റ് മെനുവിൽ. ഇപ്പോൾ മിഷ്ലിൻ സ്റ്റാറിന്റെ കാര്യം പറഞ്ഞു, നമ്മൾ കേൾക്കുന്നുണ്ട് കോമൺ ആയിട്ട് മിഷ്ലിൻ സ്റ്റാർ. പക്ഷേ ഡീറ്റെയിൽഡ് ആയിട്ട് ആർക്കും അങ്ങനെ അറിയത്തില്ല എന്താണ് അങ്ങനെ ഒരു റെസ്റ്റോറൻറ്റ്സിന് അങ്ങനെ ഒരു റേറ്റിംഗ് അല്ലെങ്കിൽ അതൊരു നേട്ടമായിട്ട് അച്ചീവ്മെന്റ് ആയിട്ട് എന്തുകൊണ്ടാണ് പറയുന്നത്? ആക്ച്വലി ഈ മിഷ്ലിൻ സ്റ്റാർ സ്റ്റാർട്ട് ചെയ്ത് ഒരുപാട് വർഷങ്ങളായി. ഫ്രാൻസിലാണ് അത് ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇതിപ്പോൾ ഹോങ്കോങ്ങിലേക്കും വന്നിട്ട് ഏകദേശം ഒരു 2011 ഹോങ്കോങ്, മക്കാവോക്കും സ്റ്റാർട്ട് ചെയ്തത്. ഓരോ കൺട്രിയിലും ഇവർ ഓരോ ഇയർ കഴിയുമ്പോൾ ഓരോ കൺട്രി ഇങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്ത് ഇത് ശരിക്കും ഒരു കൾണറി ഇതിലൊരു ഓസ്കാർ എന്ന് പറയാം. കൾണറി അവാർഡ്സിൽ നമുക്ക് വേണമെങ്കിൽ ഒരു ഓസ്കാർ രീതിയിൽ പറയാം. അതിൽ 1 സ്റ്റാർ, 2 സ്റ്റാർ, 3 സ്റ്റാർ. എനിക്ക് കിട്ടിയത് 1 സ്റ്റാറാണ്. 1 സ്റ്റാർ തന്നെ കിട്ടുന്നത് ഭയങ്കര ഹാർഡ് വർക്ക് ചെയ്താലേ കിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ റെസ്റ്റോറൻറ്റ് തുടങ്ങുമ്പോൾ നമുക്കൊരു കൺസെപ്റ്റ് ഉണ്ടായിരുന്നു, ഇങ്ങനൊരു മിഷ്ലിൻ സ്റ്റാർ കിട്ടുന്നല്ല, നമുക്ക് വൺ ഓഫ് ദി ബെസ്റ്റ് റെസ്റ്റോറൻറ്റ് ഇൻ ഹോങ്കോങ്, മക്കാവ്, ചൈന. ആ ഒരു കൺസെപ്റ്റിലാണ് നമ്മൾ റെസ്റ്റോറൻറ്റ് തുടങ്ങുന്നത്. അപ്പോൾ ആരൊരു ഗസ്റ്റ്, ഇന്ത്യൻ ഗസ്റ്റ് വന്നാലും അവരുടെ റീജിയനിലുള്ള ഒരു ഷെഫ് ഉണ്ടാവും അവിടെ. അപ്പോൾ അവർക്കുള്ള ഇഷ്ടമുള്ള ഫുഡ്, ഇപ്പോൾ അവർക്ക് ഇപ്പോൾ എൻ്റെ മെനുവിലുള്ള ഫുഡ് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ തന്നെ അവർക്ക് അവരുടേതായ ഫുഡ് അവർക്ക് പറയാം, ഇതിന് വേണമെന്ന് പറയാം. അപ്പോൾ ഏത് സെലിബ്രിറ്റീസ് വന്നാലും അവർക്കൊരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഡിഫറെൻറ്റ് ഇങ്ങനത്തെ ഒരു കൺസെപ്റ്റ്. അതുകൊണ്ട് തന്നെയാണ് മിഷ്ലിൻ കിട്ടാനും കാരണം. കുറേ സെലിബ്രിറ്റീസ് ഇപ്പോൾ സാറിൻ്റെ ഹോട്ടലിലൊക്കെ വന്നിട്ടുണ്ട്. അപ്പം മെമ്മറബിൾ ആയിട്ട് എന്തെങ്കിലും ആരെങ്കിലും സൈഡിൽ നിന്നുണ്ടായ റെസ്പോൺസ് എന്തെങ്കിലും ഉണ്ടോ? ആക്ച്വലി ഫസ്റ്റ് ടൈം മിസ്റ്റർ ബെക്കം വരുമ്പോൾ 2016 റെസ്റ്റോറൻറ്റിൽ വരുന്നത് ഫസ്റ്റ്. ഞാൻ ആളുടെ അടുത്ത് പോയി ചോദിച്ചു, ഓർഡർ എടുക്കുന്ന സമയത്ത് ഞാൻ ചോദിച്ചത് എന്തെങ്കിലും സ്പെസിഫിക്കേഷൻ ഉണ്ടെന്നോ? അപ്പോൾ ആൾ പറഞ്ഞില്ല, ജസ്റ്റിന് എന്ത് തന്നാലും കഴിച്ചോളാം, കുഴപ്പമില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ തന്നെ അപ്പം തന്നെ മെനു ആൾക്ക് സെറ്റ് ചെയ്ത് നമ്മൾ കൊടുക്കാൻ തുടങ്ങി. അങ്ങനെ ഫുഡ് കഴിച്ച് ഓൾമോസ്റ്റ് കഴിയാറായപ്പോൾ ആൾ നേരെ കിച്ചണിലേക്ക് കയറി വന്നു. കിച്ചണിൽ കയറി വന്ന് ആൾ കെട്ടിക്കും പിടിച്ച് അളവൊന്ന്, ഞാൻ ഇങ്ങനൊരു ഇന്ത്യൻ ഫുഡ് ഇതുവരെ എൻ്റെ ലൈഫിൽ കഴിച്ചിട്ടില്ല, ദിസ് ഈസ് വൺ ഓഫ് ദി ബെസ്റ്റ് ഇന്ത്യൻ മീൽ എന്ന് പറഞ്ഞിട്ട് ആ ഒരു മെമ്മറബിൾ ഒരു സംഭവമാണ് അത്. വെച്ചാൽ ഇത്രയും വലിയൊരു ലെജൻഡ് അങ്ങനെ ഒരാൾ. അതേമാതിരി മിസ്റ്റർ ബച്ചൻ ഫാമിലി, ബച്ചൻ വൈഫ്, എല്ലാവർക്കും വളരെ ഹാപ്പി ആയിട്ട് അവരെല്ലാവരും കൂടിയിട്ട് എനിക്കൊരു അപ്രീസിയേഷൻ ലെറ്റർ ഒക്കെ തന്നിട്ടുണ്ടായിരുന്നു. അവരെല്ലാവരും ഫാമിലി മൊത്തം സൈൻ ചെയ്തിട്ട്. പിന്നെ എനിക്ക് ഒരു മെമ്മറബിൾ നാനാ പട്കർ, എൻ്റെ ഒരു ഫേവറേറ്റ് ആക്ടറാണ്. ആള് ഇതേമാതിരി ഒരു ബോംബെ ഫിലിം ഫെസ്റ്റിവലിൽ വന്നപ്പോൾ
ആള് ഫസ്റ്റ് ലഞ്ച് ആള് കഴിച്ച് കഴിഞ്ഞിട്ട് ആള് തോന്നി ഷെഫിനെ കാണണം എന്ന് പറഞ്ഞു. അങ്ങനെ ആളെ നേരെ കിച്ചണിലേക്ക് കൊണ്ടുവന്നു. അപ്പോൾ ആള് തോന്നി ഇന്ന് വൈകിട്ട് എനിക്ക് ജസ്റ്റിന് ഒന്നിച്ച് കുക്ക് ചെയ്യണം കിച്ചണിൽ. അപ്പോൾ അങ്ങനെ ആക്ച്വലി അങ്ങനെ ഒരു അലൗഡ് അല്ല കിച്ചണിൽ വന്നിട്ട് വേറൊരു പുറമേ നിന്ന്. ഞാൻ പറഞ്ഞു കുഴപ്പമില്ല കുക്ക് ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ ഒരു ഫേവറേറ്റ് ആക്ടറാണ്. അങ്ങനെ ആളൊരു പ്രോൺ മസാല ഉണ്ടാക്കി സ്പൈസി ആയിട്ട്. ഇപ്പം ചില ഷെഫ്മാർ പറയും ജാപ്പനീസ് നൈഫാണ് വേൾഡിൽ ഏറ്റവും ഷാർപ്പ് എന്നൊക്കെ. അപ്പം അങ്ങനെയൊക്കെ നൈഫിൻ്റെയും നിങ്ങൾ ഉപയോഗിക്കുന്ന ടൂൾസിൻ്റെയും കാര്യം കൂടെ പറയാമോ? ആക്ച്വലി ഞാൻ യൂസ് ചെയ്യുന്ന ഒന്ന് ജാപ്പനീസ് ആണ്, ഒന്ന് ഫ്രഞ്ച് ആണ്. ഫ്രഞ്ച് നൈഫ് യൂസ് ചെയ്യുന്നത് ഓൾവേസ് വെജിറ്റബിൾസ് വളരെ നൈസായിട്ട് കട്ടിങ് കാര്യങ്ങൾ ചെയ്യാനായിട്ട്. അതെൻ്റെ പേഴ്സണൽ നൈഫ്, ആർക്കും കൊടുക്കാറില്ല. എൻ്റെ സെപ്പറേറ്റ് ഞാൻ വയ്ക്കും. പിന്നെ ജാപ്പനീസ് നൈഫ് ഞാൻ യൂസ് ചെയ്യുന്നത് കൂടുതലും നോൺ വെജിറ്റേറിയൻസ്. അതൊരു ഷോർട്ട് നൈഫാണ്, പക്ഷെ ഭയങ്കര ഷാർപ്പായിരിക്കും അത്. പിന്നെ അതിൻ്റെ ഇത് അയൺ നൈഫാണ് അത്. അത് ക്വൈറ്റ് എക്സ്പെൻസീവ്, പിന്നെ നല്ല നമുക്ക് ഉപയോഗിക്കാനായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരു നൈഫാണ് ജാപ്പനീസ് നൈഫ്. ഇപ്പോൾ സാറ് പറഞ്ഞ പോലെ ചില ഷെഫ്മാരിങ്ങനെ പറഞ്ഞൊക്കെ കേട്ടിട്ടുണ്ട്, ഇവർ ഉപയോഗിക്കുന്ന ചില പാനൊക്കെ ആയാലും വേറെ ആർക്കും കൊടുക്കത്തില്ല, അല്ലെങ്കിൽ ഇങ്ങനെ പാൻ ഓക്കെ പ്രശ്നമില്ല, പക്ഷെ നൈഫ് കൊടുക്കാറില്ല ഞാൻ. വീട്ടിൽ കുക്ക് ചെയ്യാറുണ്ടോ? വീട്ടിൽ ഞാൻ കുക്ക് ചെയ്യും. എപ്പോഴും ഗസ്റ്റ് വരുമ്പോൾ ഞാനായിരിക്കും, ബാക്കി എല്ലാവരും എൻ്റെ അസിസ്റ്റൻസ് ആയിരിക്കും. ബാക്കിയുള്ള ദിവസം ഞാൻ അസിസ്റ്റൻസ് ആയിരിക്കും, വൈഫും മക്കളും ഒക്കെ ആയിരിക്കും കുക്ക് ചെയ്യുക. പിന്നെ വൈഫ് ഫുൾ സപ്പോർട്ടീവാണ്. എന്ത് എൻ്റെ ഇതുവരെയുള്ള കാരിയറിൽ ഫുള്ള് ആളുടെ സപ്പോർട്ടാണ്. പിന്നെ ഫാമിലി, ഓൾ ഫാമിലി സപ്പോർട്ടാണ്. അങ്ങനെ അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു സ്റ്റേജിൽ വന്ന് ഇരിക്കാൻ പറ്റിയത്. അപ്പൊ ഇനിയും കുറെ ആൾക്കാരുടെ എന്താ വയറും മനസ്സും നിറയ്ക്കാനാകട്ടെ. എല്ലാവിധ ആശംസകളും. താങ്ക് യു. അതുപോലെ തന്നെ എനിക്കും പറയാനുള്ള മാതൃഭൂമിയോട് ഒരുപാട് സ്നേഹമുണ്ട് എന്നെ ഇതിന് ഇൻവൈറ്റ് ചെയ്തതിന്. എനിക്ക് വളരെ ഒരു ഫേവറേറ്റ് ഇവൻ്റായി മാറി കേരളത്തിൽ. അതെൻ്റെ ആദ്യത്തെ ഇവൻ്റാണ് കേരളത്തിൽ. അപ്പോൾ ഒരുപാട് നന്ദി മാതൃഭൂമി. താങ്ക് യു.